വെൽക്കം ബാക്ക് ഗൈസ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കുളം, അതിനകത്ത് ആമ്പൽ, അതായത് ആമ്പൽക്കുളം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയത്. നമ്മൾ വന്നിരിക്കുന്നത് പിഴല മൂലമ്പള്ളി പാലത്തിലാട്ടോ. എറണാകുളം, ഏലൂർ, കളമശ്ശേരി, മുളവുകാട്, ചേനലൂർ ഇവിടെയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പാലം കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വന്ന് ഇവിടെ പാലം കാണാൻ വേണ്ടി നിൽക്കുന്നതല്ല കേട്ടോ. ഈ കാണുന്ന ഒരു ഐലൻഡ് കാണാൻ വന്നേക്കുവാണ്, പിഴല ഐലൻഡ്. അതായത് കൊച്ചി നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ് ഇത്. അതായത് ഈ കടമക്കുടിയൊക്കെ ഉൾപ്പെടുന്ന ഒരു 14 ഐലൻഡുണ്ട്. അതിലൊരെണ്ണമാണ് ഈ പിഴല. കടമക്കുടി നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പിഴല കാണാം. ഇവിടെ കൃഷി കേട്ടോ, നെൽകൃഷി, മത്സ്യകൃഷി. അപ്പോൾ അതില്ലാത്ത സമയത്ത് ഇതുപോലെ ആഫ്രിക്കൻ പാല് കയറി കിടക്കും. പക്ഷെ അതിൻ്റെ പൂക്കൾ കാണാനും നല്ല രസമാണ് കേട്ടോ. പിന്നെ തെങ്ങ് കൃഷിയുണ്ട്, അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ അങ്ങോട്ട് ഇറങ്ങിയാലോ. അപ്പോൾ ഒരു പട്ടിസാർ നമ്മുടെ കൂടെ വന്നു, പക്ഷെ പുള്ളി അവിടെ നിന്നു കേട്ടോ. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം ഇതാണ്, ഐ ലവ് പിഴല. അപ്പോൾ പിഴലയിലോട്ട് കയറണമെങ്കിൽ അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഫാമാണ് കേട്ടോ. അവിടെ നമ്മളൊരു ചെറിയ ഫീ ഒക്കെ കൊടുത്തിട്ട് വേണം കയറി പോകാൻ വേണ്ടി. ഇനി എനിക്ക് ഈ ആഫ്രിക്കൻ പായലിൻ്റെ ഈ പൂവിൻ്റെ കളറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വയലറ്റ്, അതായത് പർപ്പിൾ കളർ. അത് മാത്രമല്ല വേറെ കുറേ വെറൈറ്റി ചെടികളൊക്കെ കണ്ടു. കാടും പടലമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറിച്ചൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ നെൽകൃഷി ആവുന്ന സമയത്ത് ഇവിടെ കാണാൻ വേറൊരു ഭംഗിയാട്ടോ. ഞാൻ അതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കൃഷി പൊക്കാളി കൃഷി ആട്ടോ, അത് നെല്ലിനമാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയം നമുക്ക് ഇനി ഒന്ന് പറയണം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സേവിയേഴ്സ് ഫാം, ഇവിടെ 40 റുപ്പീസ് ആണ് ഫീസ്. 20 റുപ്പീസ് ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല ഗൈസ്. കയറി ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ തനിമ, അതുപോലെ ഇതുപോലെ വള്ളം, പിന്നെ ചെറിയ നെൽകൃഷിയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അത് നെൽകൃഷി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ. നെൽകൃഷി ഇവിടെ ജൂൺ ടു സെപ്റ്റംബർ ആണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മത്സ്യകൃഷിയാണ്. പിന്നെ എന്നും തെങ്ങുള്ളതുകൊണ്ട് തെങ്ങ് കൃഷിയുണ്ട്. അവിടെ നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഒരു വോക്ക് വേ ഉണ്ട്, നമുക്ക് നടന്നു പോകാം. ചെറിയ ചെറിയ ചെയറൊക്കെ ഉണ്ട്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ ഇവരിവിടെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അതും കാണാം. അപ്പോൾ നെൽകൃഷി കഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഐ ലവ് കട്ടപ്പന, ഐ ലവ് പിഴല, ഐ ലവ് കൊച്ചി, ഇങ്ങനെ പലതും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും ഇല്ലാത്ത പ്രത്യേകത, പിഴലയിലാണ് കണ്ടത് ഈ ഒരു കിളി. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഈ കിളി വന്നും പോയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, പിഴല അത്രയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഈ ഭംഗി ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പിഴല എന്നുള്ള പേര് വന്നത് തന്നെ അങ്ങനെയാണ്. പിഴലയിലൊന്നും പാഴല്ല, കാരണം ഇവിടെ എന്ത് കൃഷി ചെയ്താലും നല്ല വിളവാണ് കേട്ടോ. തെങ്ങാണെങ്കിലും മത്സ്യമാണെങ്കിലും ഇനിയിപ്പോൾ പൊക്കാളി കൃഷിയാണെങ്കിലും. പൊക്കാളി കൃഷി എന്ന് പറയുമ്പോൾ ആ നെല്ലിനത്തിന് ഉപ്പ് രസത്തിന് സഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ല ഉയരം വെക്കും കേട്ടോ. പിന്നെ ഒരുപാട് തേങ്ങ വീണിട്ട് അവിടെ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകത ഈ ഒരു പാലമാണ്, ഒരു 2 കൊച്ചു പാലം. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു സ്പേസാണ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വീഡിയോസ്, ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്, അതൊക്കെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ ആ 2 പാലവും കടന്ന് നമ്മൾ ചെല്ലുമ്പോഴാണ് ഞാൻ പറഞ്ഞു അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ പെഡൽ ബോട്ടിങ്ങിനും അതുപോലെ തന്നെ കയാക്കിങ്ങിനൊക്കെ വേറെ ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫീ ഒക്കെ കൊടുത്ത് ആൾക്കാർ അവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്കൊരു ഈവനിങ് അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ ഈ കയാക്കിങ്ങിനും ബോട്ടിങ്ങിനൊന്നും ഒരുപാട് ദൂരെ ഇപ്പം ആലപ്പുഴ അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മുടെ കൊച്ചിയിൽ എറണാകുളത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഗേൾസൊക്കെ ഇങ്ങനെ ട്രിപ്പായിട്ട് വന്നിട്ട് ഇതേപോലെ കയാക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുമ്പ് കയാക്കിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കയറിയില്ല, നമ്മളിവിടുത്തെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ചെറിയ കാറ്റും ആ ഒരു ഇരിപ്പൊക്കെ എന്നാ രസമാണെന്നറിയാം. നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും. ഉച്ചയ്ക്കൊന്നും വന്നേക്കല്ലേ, നല്ല വെയിലായിരിക്കും, കരിഞ്ഞു പോകും. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ഈവനിങ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് ഇരിക്കാം കേട്ടോ. ഒരു ബീച്ചിലൊക്കെ ഇരിക്കുന്ന ഒരു വൈബ് തോന്നും, നല്ലൊരു കാറ്റ്. പിന്നെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇതാണ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ട് അവരെ നമുക്ക് ഇവിടെ ഇരുത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്, വെറുതെ ഇരിക്കണമെങ്കിൽ അവിടെ ചെയറുണ്ട്. അങ്ങനെ ഇതുണ്ട്. കുട്ടികളൊക്കെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. പിന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം കേട്ടോ. ഊഞ്ഞാലുണ്ട്. പിന്നെ നമ്മളിതെല്ലാം നടന്ന് കണ്ട് മടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. റിവർ റെസ്റ്റ് ഒരു കഫേ ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ അവിടെ കയറി ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്.
അവിടെ പോയിട്ട് നമുക്ക് ചായയൊക്കെ ഇരുന്ന് കുടിക്കാം. അപ്പം നമ്മൾ അവിടെ പോയിട്ട് നല്ല ചൂട് പഴംപൊരി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പഴംപൊരി ആദ്യം കിട്ടി, പുറകെ ചായ വരും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. പെരിയാറിൻ്റെ വെള്ളമാണ് അവിടെ മൊത്തം ചുറ്റും. അപ്പം പറഞ്ഞപ്പോൾ അവിടെ ചായം വന്നു, പഴംപൊരി. അപ്പം പെരിയാറിൻ്റെ സുന്ദരമായിട്ടുള്ള സൗന്ദര്യം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും ഗൈസ്. കൂടിപ്പോയോ വേണ്ടല്ലേ. അപ്പോൾ അത് അവിടെ നിന്ന് ചീനവലകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല മത്സ്യകൃഷിയുണ്ട്, ചെമ്മീൻ കെട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടെ കുറേ ചീനവലകളുണ്ട്. അതൊക്കെ പൊങ്ങി ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് നല്ല രസമാണ് കേട്ടോ. ഓട്ടോച്ചി പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈവനിങ് വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുവാണെങ്കിൽ വണ്ടി എടുത്ത് പോവുക. ഇതുപോലൊരു അടിപൊളി സ്ഥലം നമ്മുടെ കൊച്ചിയിലുണ്ട്, പോയി കാണുക. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതേണ്ട ചീനവല പൊങ്ങി ഒന്ന് മീനുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് മീനൊന്നും കണ്ടില്ല ഗൈസ്. അപ്പോൾ അതേ പൊക്കാളി കൃഷിയും അതുപോലെ തന്നെ ചീനവലകളുടെ സൗന്ദര്യവും ഒക്കെ കണ്ട് കയാക്കിങ് കണ്ടിട്ട് ഒരു ഈവനിങ് ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റി. നിങ്ങളും ഇവിടെ പോവുക പറ്റുകയാണെങ്കിൽ അപ്പോൾ നെൽകൃഷിയോടും വിളയോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് അവിടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേണ്ട ആഫ്രിക്കൻ പായലിൻ്റെ പൂക്കളോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നെൽകൃഷിയോടും യാത്ര പറഞ്ഞു തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.